ഹലോ വെർഗോ, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം കന്നി രാശിക്കാരുടെ ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ്, നോർത്ത് നോഡിൻ്റെ ബേസിസിലും ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് യാതൊരു ധാരണയില്ലെങ്കിലും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്യുക. ഏത് എനർജിയിലോട്ടാണോ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ, അറിവുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഓവറായിട്ട് കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. സമാധാനമായിട്ടിരുന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം കന്നി രാശിക്കാർക്ക്, വെർഗോ സൈനിലുള്ളവരുടെ ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള എനർജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. താങ്ക് യു. ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള കന്നി രാശിക്കാർക്കുള്ള എനർജീസ് എന്താണ്? താങ്ക് യു. ഫസ്റ്റ് തന്നെ 4 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഊർജ്ജമാണ് വന്നേക്കുന്നത്. ഇവിടെ ഈ ഒരു മന്ത് നിങ്ങൾക്ക് ഒത്തിരി ഗിഫ്റ്റ്, ഒത്തിരി സന്തോഷം, ഒത്തിരി അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി വെളിച്ചം, ഒത്തിരി പ്രകാശം നിങ്ങളുടെ ഉള്ളിലോട്ട് വരുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി രഹസ്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജവും കാണുന്നുണ്ട്. ആത്മീയമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അറിയാതിരുന്ന പല കാര്യങ്ങളും പ്രപഞ്ച സത്യത്തെക്കുറിച്ചിട്ടായിരിക്കാം. കുറച്ച് പേർക്ക് ആ ഒരു ഊർജ്ജങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് വന്നിട്ട് പ്രൊട്ടക്ഷനാണ്, സംരക്ഷണത്തിൻ്റെ ഊർജ്ജവുമാണ്. എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഊർജ്ജങ്ങളിൽ നിന്നിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിട്ട്, നിങ്ങളുടെ മണി, ഫിനാൻസ്, വെൽത്ത്, മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അവിടെ കുറച്ചൊരു ഡിവൈൻ പ്രൊട്ടക്ഷൻ, ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കാണുന്നുണ്ട്. മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ്സ് മെയിനായിട്ട് ഈ ഒരു മന്ത് നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ദ ലേഡി, അതായത് എംപ്രസിൻ്റെ ഊർജ്ജമാണ്. ഈ ഒരു മന്ത് ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചാലഞ്ച് ഫീൽ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഡിവൈൻ ഫെമിനിൻ ഊർജ്ജത്തിൽ നിന്നിട്ടായിരിക്കാം. ഇത് പല വ്യക്തികളായിരിക്കാം, മദറായിരിക്കാം, സിസ്റ്ററായിരിക്കാം, വൈഫായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ ആ ഒരു സ്ട്രോങ് ഫെമിനിൻ എനർജി ആയിട്ടുള്ള ഡീലിങ്സ്, കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഇടപെടാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാനായിട്ട്, നിങ്ങളെ സംരക്ഷിക്കാനായിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. ചിലപ്പോൾ ഒത്തിരി ബിസിയായി പോകുന്നുണ്ടാകാം, വേറെ കാര്യങ്ങൾക്ക് നിങ്ങൾ എനർജി കൊടുക്കുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങളുടെ അബണ്ടൻസ്, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയത്ത്. കുറച്ച് പേർക്ക് ക്ലെൻസിങ് ആണ്, ശുദ്ധീകരണത്തിൻ്റെ ഊർജ്ജവും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത പല കാര്യങ്ങളും നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ പ്രഗ്നൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വിശ്രമം, മൈൻഡ് ബാലൻസിൽ കൊണ്ടുവരേണ്ട ആവശ്യകത, അതെല്ലാം ഈ ഒരു മന്ത് കുറച്ച് പേർക്ക് ചാലഞ്ചായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. ഈ ഒരു സമയത്ത് വന്നിട്ട് 3 ഓഫ് പെൻറ്റക്കിൾസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു മന്ത് നിങ്ങളോട് പറയുന്നത് ബാലൻസ് കൊണ്ടുവരിക. എല്ലാ കാര്യത്തിലും ബാലൻസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മാനസികമായിട്ടും ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഉള്ള ഒരു ബാലൻസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വർക്കിൽ, നിങ്ങളുടെ കർമ്മയിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. മറ്റുള്ളവരെന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു, അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ സ്ട്രെങ്ത്ത്, നിങ്ങളുടെ പവർ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി അബണ്ടൻസ്, ഒത്തിരി പ്രോസ്പെറിറ്റി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് 4 വീക്സ് ആയിട്ട് നോക്കാം. ആദ്യത്തെ വീക്കിൻ്റെ ഊർജം നോക്കാം. താങ്ക് യു. ഫസ്റ്റ് വീക്കിൽ വെർഗോ സൈന് എന്ത് ഊർജ്ജമാണ് വരുന്നത്? ഫസ്റ്റ് വീക്കിൽ റീകൺസിലിയേഷൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. ഇത് തെറ്റിദ്ധാരണകൾ മാറിയിട്ട് യോജിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജമായിരിക്കാം. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഒരു ജോബ്, കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതായിരിക്കാം. അപ്പോൾ ഓവറോൾ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം ഫസ്റ്റ് വീക്ക് വന്നിട്ട്. സെക്കൻഡ് വീക്കിൻ്റെ ഊർജ്ജം വന്നിട്ട് ലവ് ലാംഗ്വേജ് ആണ്. സ്നേഹം,
കാരുണ്യം, കമ്പാഷൻ, അതൊക്കെ ഈ ഒരു വീക്ക് ഫോക്കസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് പേര് മുൻഗണന കൊടുക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ലവ് ലാംഗ്വേജിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ടാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്നത് പല രീതിയിലാണ്, പല രൂപത്തിലാണ്. കുറച്ച് പേർക്ക് ആ ഈശ്വരനോടുള്ള ഡിവോഷൻ ആയിരിക്കാം, ആ ഒരു സ്നേഹമായിരിക്കാം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറായിട്ട്, ഫ്രണ്ട്സ് ആയിട്ടുള്ള ആ ഒരു എനർജി എക്സ്ചേഞ്ച് ആണ്, കൊടുക്കൽ വാങ്ങലിൻ്റെ ഊർജ്ജമാണ്. അപ്പോൾ അതെല്ലാം കുറേ പേര് ഇവിടെ ശ്രദ്ധിക്കുന്നതായിട്ട്, അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണങ്ങൾ, അങ്ങനത്തെ ഊർജ്ജങ്ങൾ വരുന്നുണ്ടാകാം. സെക്കൻഡ് വീക്ക് വന്നിട്ട്. തേർഡ് വീക്കിൻ്റെ ഊർജ്ജം വന്നിട്ട് ഹെയർ ഗ്രോത്ത് ആണ്. ഹെയർ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ഒരു വളർച്ചയിലോട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. തേർഡ് വീക്ക് വന്നിട്ട് ഒത്തിരി ഗ്രോത്ത്, പുരോഗതി കൊണ്ടുവരാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് തേർഡ് വീക്ക് ഉണ്ടാകുന്നതാണ്. കുറച്ച് പേർക്ക് ഹെയർ ആയിട്ട്, മുടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഊർജ്ജവും കാണുന്നുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ഊർജ്ജം വരുന്നതായിരിക്കാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്രോത്ത്, പുരോഗതി ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. ചിൽഡ്രൻ, ചൈൽഡ്ഹുഡ്, പാസ്റ്റിലെ ഊർജ്ജങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു തേർഡ് വീക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് ട്രാവലിൻ്റെ ഊർജ്ജവും കാണുന്നുണ്ട്. യാത്ര ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസ്, ഇൻഫർമേഷൻ കുറച്ച് പേർക്ക് തേർഡ് വീക്ക് വരുന്നുണ്ടാകാം. ഫോർത്ത് വീക്ക് വന്നിട്ട് ന്യൂ ഹോമിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ കടന്നു വരുന്നുണ്ടാകാം. പുതിയ കാര്യങ്ങൾ മേടിക്കാനായിട്ടുള്ള ഊർജ്ജങ്ങളായിരിക്കാം. സെലിബ്രേഷൻ, ആഘോഷങ്ങളുടെ ഊർജ്ജമായിരിക്കാം. ഫാമിലി, കുടുംബം എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഊർജ്ജങ്ങളായിരിക്കാം ഈ ഒരു ലാസ്റ്റ് വീക്ക് വരുന്നത്. കുറച്ച് പേര് പുതിയ വീട്ടിലോട്ട് താമസം മാറുന്നതായിരിക്കാം. പുതിയതായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിരിക്കാം. അപ്പോൾ അതെല്ലാം നിങ്ങളെ ഒത്തിരി ഹാപ്പി ആയിട്ട് നിർത്തുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഈ വീക്കുകളിൽ ശ്രദ്ധിക്കേണ്ട ഊർജ്ജങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ വീക്കായിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു. ഫസ്റ്റ് വീക്ക് വന്നിട്ട് ന്യൂ സ്റ്റോറിയുടെ ഊർജ്ജമാണ്. പുതിയ കഥ, അങ്ങനത്തെ ഒരു ഊർജ്ജമാണ് വന്നേക്കുന്നത്. അപ്പോൾ റീകൺസിലിയേഷൻ, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിങ്ങൾ സ്വരച്ചേർച്ചയോടുകൂടി ഹാർമണിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പുതിയൊരു സ്റ്റോറി, പുതിയൊരു ഊർജ്ജമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെയും പഴയ കാര്യങ്ങൾ, പഴയ ഊർജ്ജത്തിലോട്ട് നിങ്ങൾ പോകാതിരിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ജലസിയുടെ അല്ലെങ്കിൽ ഗോസിപ്പിൻ്റെ ഊർജ്ജമാണ്, നമ്മൾ പരദൂഷണം എന്നൊക്കെ പറയും. അപ്പോൾ അത് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് വീക്ക് വന്നിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് മറ്റുള്ളവർ എന്താണ് പറയുന്നത്, അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഓവറായിട്ട് വറി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങളുടെ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടുകളിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരിക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. സെക്കൻഡ് വീക്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ അത്യാവശ്യമാണ്. ഈശ്വരനോട് നന്ദി പറയുക, നിങ്ങളുടെ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ട് താങ്ക്ഫുൾ ആയിട്ടിരിക്കുക. അതെല്ലാം കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി ഗിവിങ് ആയിട്ടുള്ള, കൊടുക്കുന്ന വ്യക്തികളായിരിക്കാം. അത് ചിലപ്പോൾ മുതലെടുക്കാനായിട്ട് മറ്റുള്ളവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. തേർഡ് വീക്ക് വന്നിട്ട് ബി അസേർട്ടീവ് ആണ്. ചിലപ്പോൾ കുറച്ചൊരു കഠിനാധ്വാനം, പരിശ്രമത്തിൻ്റെ എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. സ്ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം. കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങളിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം പിന്നോട്ട് മാറാതിരിക്കുക, സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക, ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോവുക. അത് തേർഡ് വീക്ക് നിങ്ങളെ സഹായിക്കുന്നതാണ്. ലാസ്റ്റ് വന്നിട്ട് ഹെൽത്താണ്. കുറച്ച് പേരോട് നിങ്ങളുടെ ഹെൽത്ത്, ആരോഗ്യം കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇത് പല രീതിയിലായിരിക്കാം. മാനസികമായിട്ടായിരിക്കാം, ശാരീരികമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായിട്ടായിരിക്കാം. അവിടെയെല്ലാം ഒരു പോസിറ്റിവിറ്റി, നല്ല ഊർജ്ജങ്ങളായിട്ട് കണക്ട് ചെയ്യുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ്, നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയർ, ഹെൽത്തൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഊർജ്ജങ്ങൾ നോക്കാം. പായൽ നമ്പർ അല്ല, വെർഗോ സൈൻ, കന്നി രാശിക്കാർക്ക് ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള എനർജീസ് എങ്ങനെയായിരിക്കും? താങ്ക് യു. താങ്ക് യു. 2 ഓഫ് കപ്സ് ആണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒത്തിരി എനർജി എക്സ്ചേഞ്ച് കാണുന്നുണ്ട്, കൊടുക്കൽ വാങ്ങലിൻ്റെ ഊർജ്ജം കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്ത്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് എന്തെങ്കിലുമൊക്കെ സഹായം, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പണം കൊടുത്ത് സഹായിക്കുന്നതായിരിക്കും. കുറച്ച് പേർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസ്, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ മണി ഫിനാൻസായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കുള്ള ഒരു അഡ്വൈസ് വന്നിട്ട് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീലിങ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ അവസരങ്ങൾ, ന്യൂ എനർജീസ് വരുന്നുണ്ടാകാം. ഒത്തിരി ഗുഡ് ഫോർച്യൂൺ, ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം ഇവിടെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ കുറച്ചും കൂടെ പരസ്പരം മനസ്സിലാക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ വന്നിട്ട് ഫിനാൻഷ്യലി ഇവിടെ ബാലൻസ് കാണുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു പുതിയ അവസരം, പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റി കുറച്ച് പേർക്ക് ലഭിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിമർശനത്തിൻ്റെ എനർജി വരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ പേഴ്സണലി എടുക്കാതിരിക്കുക. അതിൻ്റെ ആ ഒരു പോസിറ്റീവ് സൈഡ്, ഹ്യൂമർ സൈഡിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ കൊടുക്കുക. കാര്യങ്ങളെ നമ്മൾ ഒത്തിരി പേഴ്സണലി എടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് നമ്മുടെ കോൺഫിഡൻസ് ലെവലൊക്കെ കുറഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ കാര്യങ്ങളെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുക. ആവശ്യമുള്ളത് സ്വീകരിക്കുക, അല്ലാത്തത് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓവറോൾ സമാധാനം, പീസ് നിലനിർത്താനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കരിയർ, ബിസിനസ്സൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രോങ് ലീഡർഷിപ്പ് റോള്, ആ ഒരു നേതൃത്വ പാടവത്തിലിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുവഴി എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള ഊർജ്ജങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാകാം. ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ, മാറ്റങ്ങളുടെ ഊർജ്ജവും കാണുന്നുണ്ട് നിങ്ങളുടെ മണി ഫിനാൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറേ കൂടെ നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ഹെൽത്തായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മാനസികമായിട്ട്, ശാരീരികമായിട്ട് അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ആ ഒരു വെൽബീയിങ് ആയിരിക്കും. അവിടെ കുറച്ചൊരു ശ്രദ്ധ, അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. സ്ട്രെസ്സ് കൊണ്ടിട്ടായിരിക്കാം കുറച്ച് പേർക്ക് ഈ ഒരു ടെൻഷൻ, ഈ ഒരു എനർജിയിലോട്ട് നിങ്ങൾ വരുന്നത്. അപ്പോൾ ആങ്സൈറ്റി, സ്ട്രെസ്സ് അതൊക്കെ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യം ഈ ഒരു മന്ത് നിങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ സ്ട്രെങ്ത് ആണ് വന്നേക്കുന്നത്. ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി സ്ട്രോങ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ഫിനാൻസ്, മണി ഫിനാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ ഈഗോ ക്ലാഷസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, പരസ്പരം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളോടൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്, നിങ്ങളുടെ സ്നേഹം, ലവ്, റിലേഷൻഷിപ്പ്, വ്യക്തിബന്ധങ്ങളിൽ എഗെയിൻ കുറച്ചും കൂടെ കമ്പാഷൻ, കുറച്ചും കൂടെ സ്നേഹം, കുറച്ചും കൂടെ ഫൊർഗീവ്നെസ്, ക്ഷമിക്കാനായിട്ടുള്ള ആ ഒരു ഊർജ്ജം കുറച്ച് പേർക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു മന്ത് വന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ബിസി ആയിട്ട് ഇരിക്കുന്നുണ്ടാകാം, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഊർജ്ജം കൊടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ടാകാം. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ഓവറോൾ ബാലൻസ്ഡ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകുക. അത് കുറച്ച് പേരെ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ, അതുപോലെ തന്നെ ന്യൂ മൂണിൻ്റെ എനർജി നോക്കാം. ആദ്യം പൗർണമിയുടെ ഊർജ്ജം നോക്കാം. ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾ എന്ത് ഊർജ്ജത്തിലാണ് ഇരിക്കേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. നത്തിങ് ഈസ് യെറ്റ് സെറ്റ് ഇൻ സ്റ്റോൺ. പ്രതീക്ഷ കൈവിടാതിരിക്കുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള എനർജീസും കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. കാരണം ഇവിടെ തിരമാലകളുടെ ഊർജ്ജമാണ് കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇമോഷണൽ എക്സ്പീരിയൻസ്, വൈകാരികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇവൻറ്റ്സ്, കാര്യങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് പേഷ്യൻസോടുകൂടി സമാധാനത്തിൻ്റെ ഊർജ്ജത്തിലിരിക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. കാരണം ഈശ്വരൻ്റെ ഒത്തിരി സപ്പോർട്ട്, ഈശ്വരൻ്റെ ഒത്തിരി സഹായം നിങ്ങൾക്കുണ്ട് ഈ ഒരു സമയത്ത് വന്നിട്ട്. അത് പല സിറ്റുവേഷൻസും എൻഡ് ചെയ്യാനായിട്ട്, അവിടെ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, പുതിയ തുടക്കങ്ങളിലോട്ട് നിങ്ങളെ നയിക്കാനായിട്ട് ആ എനർജീസ് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ പ്രതീക്ഷയോടുകൂടി ഇരിക്കുക, അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. ഈ ഒരു സമയത്ത് അമാവാസിയുടെ ടൈമാണ്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ഊർജ്ജത്തിലിരിക്കണം എന്ന് നോക്കാം. ടേക്ക് ടൈം ടു ബ്രീത്ത് ഔട്ട്. റിലാക്സ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഒത്തിരി സ്ട്രെസ്സ്, ഒത്തിരി എന്താ പറയുക, ആങ്സൈറ്റി, അങ്ങനത്തെ ഊർജ്ജങ്ങളുണ്ടെങ്കിൽ, വിഷമിക്കുന്ന ഊർജ്ജമായിരിക്കാം, ടെൻഷനാകുന്ന ഊർജ്ജമായിരിക്കാം, അതെല്ലാം മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട്, മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ഊർജ്ജങ്ങൾ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ വന്നിട്ട്. കാരണം ചില സിറ്റുവേഷൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കണം എന്നില്ല. ചിലപ്പോൾ പ്രാക്ടിക്കലായിട്ട്, പ്രായോഗികമായിട്ട് ചിന്തിക്കേണ്ട ആവശ്യകത വരുന്നുണ്ടാകാം.
അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അവിടെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പ്രായോഗികമായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. അത് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ സമാധാനത്തിൻ്റെ ഊർജ്ജം, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ടുള്ള എന്തെങ്കിലും എനർജീസ് സ്ട്രോങ് ആയിട്ട് ഈ ഒരു സമയത്ത് വരുന്നുണ്ടാകാം. അസറ്റ്സ് മൂല്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കുറച്ച് പേർക്ക്. അപ്പോൾ അതെല്ലാം ശ്രദ്ധയോടുകൂടി നിങ്ങളോട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളോട് പറയുന്നുണ്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ചക്ര മെസ്സേജ് നോക്കാം. ഈ ഒരു മന്ത് ഏത് ചക്രയാണ് കുറച്ചും കൂടെ ബാലൻസ്ഡ് കൊണ്ടുവരേണ്ടതെന്ന് നോക്കാം. താങ്ക് യു. വെർഗോ സൈൻ, ഏത് ചക്രയാണ് കുറച്ചും കൂടെ ബാലൻസ് ചെയ്യേണ്ടത്? ഔട്ട് ഓഫ് കയോസ് കംസ് ക്രിയേഷൻ. ഇവിടെ എല്ലാ ചക്രയും വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ബാലൻസിലിരിക്കാനായിട്ടാണ് പറയുന്നത്. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഒത്തിരി സ്നേഹത്തിൻ്റെ ഊർജ്ജവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാരൻസിൻ്റെ ഊർജ്ജം ഈ ഒരു മന്ത് ഫോക്കസിൽ വരുന്നുണ്ടാകാം. കുറച്ച് പേര് പ്രകൃതിയായിട്ട്, നേച്ചറായിട്ട് കുറേ കൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ഹാർട്ട് ചക്ര ഒത്തിരി ആക്റ്റീവായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഈ എനർജീസ് എങ്ങനെയാണ് ബാലൻസ് ചെയ്യേണ്ടത്. വെർഗോ സൈനിലുള്ളവർ എന്ത് സെൽഫ് കെയർ എനർജിയിലോട്ട് ടാപ്പിൻ ചെയ്യണം നോക്കാം ഈ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. യൂസ് യുവർ ഹാൻഡ്സ്. ക്രിയേറ്റീവായിട്ടുള്ള എനർജി, കലാപരമായിട്ടുള്ള ഊർജ്ജങ്ങളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഹാൻഡ്സ്, യൂസ് യുവർ ഹാൻഡ്സ്. ഹാൻഡ്സ് ഇവിടെ വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനായിട്ട് കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഇവിടെ കണക്ട് വിത്ത് യുവർ വൂമ്പിൻ്റെ എനർജിയും വരുന്നുണ്ട്. ഇത് സേക്രൽ ചക്രയുടെ ഊർജ്ജമാണ്. അപ്പോൾ ആ ഒരു സ്പേസിൽ നമ്മുടെ രണ്ടാമത്തെ ചക്രയാണ് താഴത്ത് നിന്നിട്ടുള്ള ആ ഒരു സ്പേസിൽ കുറച്ചൊരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഹോർമോൺ ഇഷ്യൂസ് ആയിരിക്കാം, സ്ട്രെസ്സ് കൊണ്ടിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ആയിരിക്കാം, അവിടെ എന്തെങ്കിലും ബോൾഡായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് എടുക്കേണ്ടി വരുന്നുണ്ടാകാം. അപ്പോൾ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ഓം ചക്ര ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ഇതിലും ഒത്തിരി ക്രിയേഷനാണ് കാണുന്നത്. കലാപരമായിട്ടുള്ള ഊർജ്ജങ്ങൾ, ക്രിയേറ്റിവിറ്റിയുടെ ഊർജ്ജങ്ങളാണ് കാണുന്നത്. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു മന്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എനർജീസ് എന്താണെന്ന് നോക്കാം. വെർഗോ സൈൻ, ഓഗസ്റ്റ് മാസം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഏത് എനർജിയിലാണ് കെയർഫുൾ ആയിട്ടിരിക്കേണ്ടത്? താങ്ക് യു. ഓക്കെ, ഇവിടെ ഗേവലാണ്. ഇൻവോൾവ്മെൻറ്റ് വിത്ത് ദ ലോ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, നിയമം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിയമങ്ങൾ പാലിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ കോർട്ട് കേസ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവിടെ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾ തന്നെ എന്തെങ്കിലും കാര്യങ്ങളിൽ വിധി നിർണ്ണയിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ആക്ച്വലി സംഭവിക്കുന്നുണ്ടാകില്ല. നിങ്ങളുടെ പേടി, ഫിയർ കൊണ്ടിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കാം, ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് വരുന്നതുമായിരിക്കാം, തീർപ്പ് കൽപ്പിക്കുന്നതുമായിരിക്കാം. അപ്പോൾ അവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ഇവിടെ ടേബിളാണ്. ഹാർഡ് വർക്ക് എഹെഡ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം, ഒത്തിരി പ്രയത്നിക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ അവിടെയെല്ലാം നിങ്ങളുടെ ഹെൽത്ത് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ചെയർ എംപ്റ്റി, സംവൺ ഈസ് ലീവിങ് യുവർ ലൈഫ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പല രൂപത്തിൽ ഈ ഒരു എനർജി വർക്ക് ആകുന്നുണ്ടാകാം. ചിലപ്പോൾ ഇത് പാസ്റ്റിലെ എന്തെങ്കിലും ഊർജ്ജവും ആകാം. പണ്ട് കാലത്ത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഓഗസ്റ്റിൽ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. പല എനർജീസും നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത, നിങ്ങൾക്ക് ഉപകാരമല്ലാത്ത തോന്നുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതുമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് സ്ഥലം മാറ്റം, എന്തെങ്കിലും അങ്ങനത്തെ ഊർജ്ജവും ആയിരിക്കാം. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ലീവ് ചെയ്യുന്നതായിട്ട്, പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ഫെദർ, സംവൺ യു നോ ഈസ് അൺഡിപ്പെൻഡബിൾ ആൻഡ് ഇൻസിൻസിയർ. റിലേഷൻഷിപ്സ്, വ്യക്തിബന്ധങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക.
ചിലപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും ഒരു വ്യക്തിനെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ സ്വയം പര്യാപ്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ബൂട്ട് ഇൻക്രീസ് യുവർ എഫേർട്സ് ഇഫ് യു വോണ്ട് ടു അച്ചീവ് യുവർ ഗോൾ. ഇവിടെ പറഞ്ഞ പോലെ തന്നെ കർമ്മം ചെയ്യുക, പ്രയത്നിക്കുക, അതിൽ മടി വിചാരിക്കാതിരിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കാലുകളുടെ സേഫ്റ്റി കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും പറയുന്നുണ്ട്. ഇപ്പോൾ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എന്താ പറയുക കാര്യങ്ങൾ നിങ്ങൾ കൂടെ കരുതാനായിട്ടും ശ്രമിക്കുക. അത് കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. ഫൈനലായിട്ടുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെർഗോ സൈൻ്റെ ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? താങ്ക് യു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണുള്ളത് വെർഗോ സൈന്? യൂണിക്കോൺ, യൂസ് യുവർ ഇൻറ്റ്യൂഷൻ ടു മേക്ക് ബെനിഫിഷ്യൽ ചേഞ്ചസ്. ഈ ഒരു മന്ത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു അന്തർജ്ഞാനം, അത് നിങ്ങൾ കുറേ കൂടെ ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചിട്ട് ഓരോ തീരുമാനങ്ങൾ എടുത്തു കഴിയുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ, ഒത്തിരി ബെനിഫിറ്റ്, ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മന്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് സ്പിരിച്വൽ ആയിട്ടുള്ള ഊർജ്ജമാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ അഭിവൃദ്ധി, ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ത്രോൺ, പൊസിഷൻ ഓഫ് അതോറിറ്റി. ഇവിടെ വന്നിട്ട് ഒത്തിരി അധികാരത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി പവർ, സ്ട്രെങ്ത്ത് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനായിട്ട്, അത് ഉപയോഗിച്ചിട്ട് ഒത്തിരി നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ പവർ, നിങ്ങളുടെ ശക്തി നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ടും കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. പൊതുപ്രവർത്തനം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു ഊർജ്ജം ഈ ഒരു മന്ത് എനിക്ക് കാണുന്നുണ്ട്. എന്തെങ്കിലും ഒരു പൊസിഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു നേതൃത്വ പാഠവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു പൊസിഷനുമായിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. ഫാമിലി വിഷസ് കം ട്രൂ. ഫാമിലി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ വിഷസ്, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ പുതിയ വീട് വയ്ക്കുകയായിരിക്കാം, പുതിയ വീട്ടിലോട്ട് മാറുന്നതായിരിക്കാം, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മേടിക്കുന്നതായിരിക്കാം, ട്രിപ്പായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ ഫാമിലി, കുടുംബമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വിഷസ് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. ടാർഗറ്റ്, എ ഗോൾ ഓറിയൻറ്റഡ് പേഴ്സൺ. കുറച്ച് പേർക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. നിങ്ങളുടെ ഗോള്, നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ ഊർജ്ജം കൊടുക്കുന്നത് അതുവഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. കുറച്ച് പേർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പിൻ പോയിൻ്റ് ചെയ്യാനായിട്ട്, കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഊർജ്ജവും ആയിരിക്കാം. പിൻ, ന്യൂ ജോബ്, കരിയറാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കരിയർ, ജോബായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ അവസരങ്ങൾ കുറച്ച് പേർക്ക് വരുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. ബാക്കിൽ ബട്ടർഫ്ലൈ ആണ്. ചേഞ്ച് ഫോർ ദ ബെറ്റർ. ഒത്തിരി മാറ്റങ്ങൾ, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്നതാണ്. നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇത്രയാണ് വെർഗോ സൈൻ്റെ ഓഗസ്റ്റ് മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്കിത് ഉപകാരപ്രദമായിട്ട് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.